നായകൻ എന്ന് പറയത്തില്ല, അതിനെ മാറ്റി പറയും, സിനിമയിലെ നായകൻ എന്ന് തന്നെ പറയുന്നത്. കഴിഞ്ഞ തന്നെ രേഖയിൽ തന്നെ അത് ഓൾറെഡി അങ്ങനെ രജിസ്റ്റർ ചെയ്തായിരുന്നു. അപ്പോൾ അതിനുശേഷം താമസം വന്നവർ തോന്നി അതേപോലെ പടം വരാൻ വേണ്ടിയിട്ട്. ഉറപ്പായിട്ട്. കാരണം ഞാൻ രേഖ ചെയ്തപ്പം സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചായിരുന്നു ഇനി കൂടെ രക്ഷപ്പെടും. പക്ഷേ അത് കഴിഞ്ഞപ്പോഴും എന്നെ ആളുകൾ തിരിച്ചറിയുന്നത് ഷോർട്ട് ലീവിലെ നായകൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. പക്ഷേ ആസിഫ് ഖാൻ പറഞ്ഞ കമൻറ്റ് ഇന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ പറഞ്ഞ മെസ്സേജ് നടൻ നീ മാറി, അല്ലെങ്കിൽ പറഞ്ഞ കാര്യം കറക്റ്റായി എന്ന് പറഞ്ഞിട്ടാണ് വരുന്ന മെസ്സേജുകൾ മൊത്തം. നന്ദി. ഇതിൻ്റെ എല്ലാ എക്സൈറ്റ്മെന്റിലും നേരെ വന്ന് നിങ്ങളെ കണ്ട് ഇത് ചൂടോടെ ആഘോഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത്ര ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പ്രസ് മീറ്റ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഒന്ന് രണ്ട് സബ്ജക്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. സഞ്ജയ് അവരുടെ ഒപ്പം ഒരു സബ്ജക്റ്റും ഐഡന്റിറ്റിയുടെ സംവിധായകൻ അഖിൽ പോളുടെ ഒപ്പം ഒരു സബ്ജക്റ്റും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ തുടക്കം ജോൺ പോൾ സാറിന്റെ സഫാരിയിൽ പറഞ്ഞ കാര്യത്തിൽ നിന്നായിരുന്നു ഈ കഥയുടെ തുടക്കം? അല്ലല്ല, ആക്ച്വലി ഇതിൽ ജോൺ പോൾ സാർ എന്നെ ഞാൻ ഫിലിം മേക്കിംഗ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ എനിക്കും ജോൺ പോൾ സാറിന് നല്ല പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കഥ ഞാൻ കുറേ സമയത്ത് പറഞ്ഞു 2018 ഇതിൻ്റെ കഥ വരുന്നത്. അതിനുശേഷം ഇതിൻ്റെ തിരക്കഥയുടെ സമയത്ത് 2021 ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം അപ്പോൾ ഞാൻ ജോൺ പോൾ സാർ അത് കഥ പറയേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ സാറ് കോട്ടയത്തെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഏകദേശം 6-7 മണിക്കൂർ ഇരുന്ന് ഞങ്ങളതിനെക്കുറിച്ച് സംസാരിച്ച് ശരിക്കും ഇപ്പം കാണുന്ന പോലെ അല്ല അവിടെ ജോൺ പോൾ സാർ വരേണ്ടിയിരുന്നത്. ജോൺ പോൾ സാറ് ഇതിലൊരു ക്യാരക്ടറായിട്ട് ഇപ്പോൾ ഈ സിനിമയിൽ മറ്റു പലരും വന്ന പോലെ വന്ന് ഒരു നിർണായക കാര്യങ്ങൾ തരേണ്ട ഒരു അങ്ങനെയായിരുന്നു ആ എപ്പിസോഡിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സിനിമ ഈ പറഞ്ഞ പോലെ കുറച്ച് ഡിലേ ആയ സമയത്താണ് പെട്ടെന്ന് സാറ് മരിച്ചു പോയത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് മുന്നോട്ട് പോകുന്ന അതിലെ ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിൽ ജോൺ പോൾ സാറുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചിന്തയിൽ നിന്നാണ് പിന്നീട് അത്തരത്തിലേക്കൊരു എപ്പിസോഡിലേക്ക് അത് മാറ്റിയത്. ആ സിനിമ നഷ്ടപ്പെടും. അതെ അതെ, സിനിമയ്ക്ക് അത് ഞാൻ പറഞ്ഞില്ല അതിനെപ്പറ്റി നമുക്ക് അടുത്ത് ശരിക്കും ആദിവാസി ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് മേഡം മച്ചാനെന്ന് വിളിക്കുന്ന ടൈപ്പ് കഥാപാത്രമായിരുന്നു. അപ്പം അതേപോലത്തെ പ്രതീക്ഷിക്കുന്ന ഒരു അടിച്ചു പൊളിക്കുന്ന ഒരു കഥാപാത്രത്തിൽ വരുന്ന സിനിമ പ്രതീക്ഷിക്കാൻ ഞാനും അതിനാണ് വെയിറ്റിംഗ്. എനിക്ക് എന്തോ ഈയിടെയായിട്ട് വരുന്നതെല്ലാം കുറേ സീരിയസ് പടങ്ങളാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങൾ ഇന്ന് സിനിമ കഴിഞ്ഞിറങ്ങി വനിത എന്ന് സിനിമ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ഈ സിനിമയിൽ അഭിനയിച്ച ഒരു ചേച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്നത്, സുലേഖ എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി കരയുന്നത് കണ്ടിട്ട് ഞാൻ ഓർത്തു സിനിമ കണ്ട് അതിൻ്റെ ഇമോഷനിൽ കരയുന്നതാണോന്ന് ഓർത്തു. അടുത്ത് ചെന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ചേച്ചി ഒരു 2 ഷോട്ടുള്ളൊരു സീനിൽ അഭിനയിച്ചിരുന്നു. പക്ഷേ നമ്മൾ പല സമയത്തും സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും നമുക്ക് ഫൈനൽ എഡിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ചേച്ചി അഭിനയിച്ച സീക്വൻസ് എഡിറ്റിൽ പോയി. അപ്പോൾ ചേച്ചിയുടെ കൂടെ കുറേ പേര്, ചേച്ചിയുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ സിനിമയ്ക്ക് വന്നിരുന്നു. പക്ഷെ ചേച്ചി സിനിമയിലില്ല എന്നുള്ളത് സിനിമ കണ്ടിരിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി അവർ ഒത്തിരി വിഷമിച്ച് കരയുന്നത് കണ്ടു. അപ്പോൾ ചേച്ചി ഇന്ന് ആക്ച്വലി ഒന്ന് പ്രസ് മീറ്റിൽ കൊണ്ടുവന്ന് അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അപ്പോൾ സുലേഖ എന്നാണ് അവരുടെ പേര്. എന്റെ ഭാഗത്ത് നിന്ന് ചെറിയ മിസ്റ്റേക്കാണ്. ഞാൻ അത്